തൃശ്ശൂരിലെ കുതിരാൻ തുരങ്കത്തിന്റെ ഒരു ഭാഗം അടച്ചതോടെ ക്ലേശത്തിലായിരിക്കുന്നത് യാത്രക്കാരും പ്രദേശവാസികളുമാണ്. നിരന്തരം അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലും ഈ ഒരു തുരങ്കത്തിന്റെ ഒരു ഭാഗം അടച്ചത് യാത്രക്കാരെ ഏറെ ക്ലേശത്തിലാക്കുന്നു. പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കുള്ള തുരങ്കത്തിലെ ഒരു ഭാഗമാണ് അടച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് വരുന്ന യാത്രക്കാർക്ക് നിരവധി ക്ലേശങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു തുരങ്കം പൂർണ്ണമായും അടച്ചതിനാൽ രണ്ടാമത്തെ തുരങ്കത്തിലൂടെയാണ് ഇരുഭാഗത്തേക്കും ഗതാഗതം. തുരങ്കം അടച്ചതോടെ ഗതാഗത തടസ്സവും വർദ്ധിച്ചു. ഒപ്പം അപകടങ്ങളും മരണങ്ങളും. ഗതാഗതം ഒറ്റവരിയാക്കിയതോടെ തുരങ്കത്തിലൂടെയുള്ള ഓട്ടത്തിനിടെ വാഹനം തകരാറിലായാൽ വീണ്ടും കുരുക്ക് രൂക്ഷമാകും. ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. അപകടങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ലെന്നാണ് ആരോപണമുയരുന്നത്. ഹൈവേന്റെ പണി പൂർത്തിയാകാത്തതാണ്. ഈ ഹൈവേ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ടോൾ പിരിവ് തുടങ്ങി എല്ലാം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൈവേൻ്റെ പണി ഇപ്പോഴും ഒരു 60% ശരിയായിട്ടുള്ളൂ. ഇനിയും 40% കൂടെ ശരിയാവാനുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ സൈഡ് റോഡില്ല. അപ്പുറത്ത് സൈഡ് റോഡ് വേണ്ട. അവിടെ ഒരു യൂട്ടേൺ ഉണ്ട്. അപ്പുറത്തേക്ക് കിടക്കുന്ന ഇപ്പോൾ ഈ നാട്ടുകാർ ഇപ്പോൾ കൊമ്പഴിയിൽ ഇപ്പോൾ അപ്പുറത്ത് പെരുന്തുമ്പ എന്ന് പറഞ്ഞ സ്ഥലം കൂടെ അപ്പുറത്തെ സൈഡ് അവിടേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വാണിയമ്പാറി ചെന്നിട്ട് വേണം തിരിച്ചു വരണമെങ്കിൽ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ, 6 കിലോമീറ്റർ ഓടിയിട്ട് വേണം ഈ പെരുന്തുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആളുകൾ തിരിച്ചു വരാൻ. അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ് അങ്ങേ സൈഡ് കാണുന്നത്. ഈ അങ്ങേ സൈഡിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ അവിടെ പോയി 3 കിലോമീറ്റർ റിട്ടേൺ തിരിച്ചു വരണം. ഇവിടെ സൈഡ് റോഡില്ല. സൈഡ് റോഡ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യാനും പറ്റും. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാരും വന്ന് പോലീസ് ജീപ്പ് എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിയ ബൈക്കിൽ ആരെയും വരികയാണെങ്കിൽ അപ്പോൾ അതിന് ഫൈൻ ഇടിപ്പിക്കുകയും ചെയ്യും. ഈ വാണിയമ്പാറ തൊട്ട് മുടിക്കോട് വരെയും നിരന്തരം ഡെയിലി അപകടമുണ്ട്. എന്നാൽ മുടിക്കോടിന് അപ്പുറം എറണാകുളം വരെയും അപകടമില്ല. ഈ വാണിയമ്പാറയ്ക്ക് അപ്പുറം പാലക്കാട് വരെയും അപകടമില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഒന്നുമില്ലെങ്കിൽ പണിയിൽ എന്തെങ്കിലും ഒരു അപാകത, വളവും തിരിവും മറ്റുള്ളതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഈ സ്പീഡ് കുറയ്ക്കലാണ് ഇവിടെ വേണ്ടത്. അതിപ്പോൾ വാണിയമ്പാറ ഒരു 2 കിലോമീറ്റർ അപ്പുറം തന്നെ ഇവർ സ്പീഡ് കുറച്ചുകൊണ്ട് വരാനുള്ള ഓരോ സീനറികൾ വെക്കണതൊന്നുമില്ല. ടാങ്കർ ലോറി വന്നിടിച്ച് എൻ്റെ ഭാര്യയ്ക്ക് വരെ കൈക്ക് പരിക്കേറ്റു. ബസ് കയറാൻ നിന്നതാണ്. അത് ഇവിടെ ശാസ്ത്രീയമായ പണി തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇവർ പണിത് ഇപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ വഴക്കംപാറയിൽ റോഡ് ഇടിഞ്ഞ് പിടിഞ്ഞ് പോയിട്ട് ഇപ്പോൾ രണ്ടാമത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് വെറും പൈസ വസൂലാക്കി ഇങ്ങനത്തൊക്കെ പണി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇങ്ങനത്തൊക്കെ നശിപ്പിച്ച് കാശ് അവർ സമ്പാദിക്കുകയാണ്. അല്ലാണ്ട് നല്ല രീതിയിലൊന്നും റോഡ് പണി നടക്കണില്ല. ജനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അവർക്ക് ഇതെങ്ങനെ പണി തീർത്തുങ്ങാണ്ട് കാശുണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ അവർക്കുള്ളൂ. ജനങ്ങളെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരും റോഡ് പണിയും ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ഒരു കടത്ത് കഴിക്കുക, അവരെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ ഉള്ളൂ അവർക്ക്. നല്ല രീതിയിൽ എന്തായാലും ഇവർ പോകുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി കുറച്ച് കാശ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ മിണ്ടില്ല. പിന്നെ എല്ലാ പാർട്ടിക്കാരുടെ പോക്കറ്റിൽ കാശൊന്നുമില്ല, ഇനി എന്തുകൊണ്ട് മിണ്ടുന്നത്? അപ്പോൾ ജനങ്ങൾ അതേമാതിരി ഒതുങ്ങും, പാർട്ടിക്കാരും ഒതുങ്ങും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ പാർട്ടിക്കാർ വരണം. പാർട്ടിക്കാർക്ക് പോക്കറ്റിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ മിണ്ടാതെ അവിടെ ഇരുന്നുള്ളൂ. ഇത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ടാണ് ആക്സിഡൻ്റാണ്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ജനങ്ങളുടെ ജീവനാണ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുടെ ജീവനാണ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതിന് ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങോട്ട് മനുഷ്യനെ പട്ടിനെ പോലെയാണ് കൊല്ലണത്. ഈ വണ്ടി ഒരു ലൈസൻസ് ഇല്ലാണ്ടാണ് ഓടിക്കണത്. ബെല്ലും ബ്രേക്ക് ഇല്ലാണ്ട് ഉള്ള ഓവർടേക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ജനങ്ങളുടെ ജീവൻ പോവും. അതിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറക്കും മര്യാദയ്ക്ക് തുറന്നു കൊടുത്തിരിക്കുക. എപ്പോഴും ആക്സിഡൻ്റാണ്. ഈ വണ്ടി ഈ പുറന്ന് വരുന്ന വണ്ടികൾക്ക് അറിയില്ല ഇത് കട്ട് ചെയ്ത് പോകുന്നതൊന്നും. യാദൃച്ഛമായിട്ട് പെട്ടെന്ന് അവർ ബ്രേക്ക് ചെയ്യും. അതിന് പുറകെ വരുന്നതോ അവർ വണ്ടി പുറകെ കൊന്നടിക്കും. എത്ര ആൾക്കാർ മരിച്ചു പോയിരിക്കണം ആർക്കും ഒരു കണക്കില്ല. സുമാർ കണക്കുകൾ പറയാം. 50 പേര് മരിച്ചു, 30 പേര് മരിച്ചു. കണക്ക് എത്ര മരണങ്ങളുണ്ട്. ഇവിടെ ജനങ്ങളൊക്കെ ഇതിനെല്ലാം പ്രതിഷേധിച്ചാണല്ലോ. ഒരുപാട് വട്ടം പ്രതിഷേധിച്ചിട്ടുണ്ട്. ആൾക്കാർ വന്ന് സമരം ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു കാര്യമില്ല. ഇവർ ഇതെല്ലാം പണി കഴിഞ്ഞ ശേഷം ചെയ്താൽ പോരായിരുന്നു. ഇത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അത് മുഴുവൻ ചെയ്ത ശേഷം ചെയ്യുന്നതല്ല ശരി, ഭംഗി അതല്ലായിരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ അവരങ്ങനെയല്ല എഞ്ചിനീയർമാർ തീരുമാനിക്കുന്നത്. അല്ലെങ്കിലും ഈ റോഡിന് ബുദ്ധിമുട്ട് തന്നെ. ഏതാൾക്കാർ പോയാലും വീട്ടിൽ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് വരുമ്പോഴത്തേനും മരിച്ച മയ്യത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ റോഡിൽ ഈ തുരങ്കം വന്നപ്പിന്നീടാണ് ഇങ്ങനെ അപകടം
കൂടുതലും മനുഷ്യർക്ക് കടക്കാൻ പറ്റാണ്ടും മനുഷ്യർ റോഡിൻ്റെ സൈഡിൽ കൂടി പോകാൻ പറ്റാണ്ട് ഇടിച്ച് കുഞ്ഞു കുട്ടികളെ വരെ സ്കൂളിലേക്ക് പോകാൻ സൈഡിൽ നിന്നിട്ടാണ് അവിടെ ഒരു കുഞ്ഞു കുട്ടീനെ വണ്ടി ഇടിച്ചത്. ദേശീയപാതയിൽ അപകടങ്ങളും മരണങ്ങളും പതിവാകുമ്പോൾ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഇതൊന്നും കണ്ടില്ല കേൾക്കുന്നില്ല എന്ന് വെക്കുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. നിരവധി ജീവനുകളാണ് നിരത്തിൽ പൊലിഞ്ഞു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് തുരങ്കത്തിന്റെ ഒരു ഭാഗം കൂടി അടച്ചിരിക്കുന്നത്. എത്രയും വേഗം യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ക്യാമറാമാൻ നെവിനോടൊപ്പം ആൻമരിയ ജോസ്, ഷിക്കാന ന്യൂസ്.